മതിലകം ബൈപ്പാസിൽ സർവീസ് റോഡ് നിർമ്മിക്കാത്തത് തീരവാസികളെ ദുരിതത്തിലാക്കുന്നു. യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം ശക്തമാക്കി കയ്പമംഗലത്തെ നാട്ടുകാർ. ഗ്രാമസഭയിൽ പ്ലക്കാർഡുകളും ഒഴിഞ്ഞ കുടങ്ങളുമായി എത്തി പ്രതിഷേധക്കാർ. കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കേസിൽ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും. തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ദേശീയപാത 66 മതിലകം ബൈപ്പാസിൽ സർവീസ് റോഡ് നിർമ്മിക്കാത്തത് കനോലി കനാൽ തീരവാസികളെ ദുരിതത്തിലാക്കുന്നു. യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രദേശവാസികൾ. സർവീസ് റോഡ് നിർമ്മിക്കുന്നതിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജാഗ്രതാ കുറവിനെതിരെ ആക്ഷേപം ശക്തമാണ്. ദേശീയപാത 66 മതിലകം ബൈപ്പാസിൽ കനോലി കനാലിനോട് ചേർന്ന് 8ാം വാർഡിലെ കിഴക്കുംപുറം ഭാഗത്താണ് സർവീസ് റോഡിന്റെ അഭാവം രൂക്ഷമായിരിക്കുന്നത്. 6 വരി ദേശീയപാതയുടെ ഇരുവശങ്ങളിലും സർവീസ് റോഡ് നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ടായിട്ടും ഇതുവരെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ബൈപ്പാസിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചെങ്കിലും സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ ഇവിടെ താമസിക്കുന്ന 25ഓളം പട്ടികജാതി കുടുംബങ്ങളും ചെറുകിട കർഷകരും കടുത്ത യാത്രാ ദുരിതം നേരിടുകയാണ്. സമീപത്തെ അടിപ്പാതകളിലേക്ക് എത്തിച്ചേരാൻ പോലും സൗകര്യമില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ, തൊഴിലാളികൾ എന്നിവർക്ക് ഏറെ ബുദ്ധിമുട്ടാണ്. സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ 10 അടിയിലേറെ ഉയരമുള്ള ദേശീയപാതയിലേക്ക് കയറുകയും അതിവേഗ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന 6 വരി റോഡ് മുറിച്ച് കടക്കുകയും വേണമെന്ന അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഡിവൈഡർ പൂർണ്ണമായും അടച്ചാൽ കനോലി തീരവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയുണ്ടാകുമെന്ന ആശങ്കയും ശക്തമാണ്. സർവീസ് റോഡ് നിർമ്മാണത്തിൽ ജനപ്രതിനിധികളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും ജാഗ്രതാ കുറവാണ് നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. കനോലി തീരവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ട അധികൃതരും അടിയന്തരമായി സർവീസ് റോഡ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം ശക്തമാക്കി കയ്പമംഗലത്തെ നാട്ടുകാർ. ഗ്രാമസഭയിൽ പ്ലക്കാർഡുകളും ഒഴിഞ്ഞ കുടങ്ങളുമായി എത്തിയ പ്രതിഷേധക്കാർക്ക് മുൻപിൽ അധികൃതർക്ക് വിശദീകരണം നൽകേണ്ടി വന്നു. തികച്ചും നാടകീയ രംഗങ്ങളാണ് ഗ്രാമസഭയിൽ ഉണ്ടായത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് ഗ്രാമസഭയാണ് കുടിവെള്ള ക്ഷാമത്തെ തുടർന്ന് പ്രതിഷേധ വേദിയായത്. ചളിങ്ങാട് താഴ്വാരം, IHDP ഉന്നതി, LBS ഉന്നതി, പുഴയോരം തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്ലക്കാർഡുകളും ഒഴിഞ്ഞ കുടങ്ങളുമായി എത്തി പ്രതിഷേധിച്ചത്. ഗ്രാമസഭ നടന്ന മദ്രസ ഹാളിന് മുമ്പിൽ പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കിയതോടെ യോഗം ഏറെ നേരം തടസ്സപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും നാട്ടുകാർ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട നിലപാടിൽ ഉറച്ചുനിന്നു. പ്രദേശത്ത് പുതിയ കുടിവെള്ളം പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് പിന്നാലെയാണ് വിതരണം പൂർണ്ണമായും നിലച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പുതിയ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി 12 ദിവസം വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ അന്ന് നമ്മൾ അറിയിച്ചത്. അതിനുശേഷം ഇന്നിപ്പോൾ 29 അല്ല 29 അല്ല 27ാം മാസം, ശരിക്കും പറഞ്ഞാൽ 73 ദിവസമായി ഈ പറയുന്ന താഴ്വാരം, അതോടൊപ്പം തന്നെ LBS ഉന്നതി, IHDP ഉന്നതി, പുഴയോരം ഈ ഭാഗത്തേക്കൊന്നും ഇത്ര നാളായിട്ടും വെള്ളം എത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ കുറേ സ്ഥലത്തും നമ്മൾ പരാതി കൊടുത്തിരുന്നു. ജില്ലാ കലക്ടർ പരാതി കൊടുത്തിരുന്നു, പിന്നെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്ക് പരാതി കൊടുത്തിരുന്നു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നിട്ട് അവർ പല സ്ഥലത്തും കുഴിച്ചു നോക്കി. ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല എവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. ഇത്ര നാളായിട്ടും ഈ കഴിഞ്ഞ ആൾക്കാരെല്ലാവരും വെള്ളം കിട കഷ്ടപ്പെടണം. ആകെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്മായിൽക്ക് അവിടെ ഉണ്ടാവും. ഇസ്മായിൽക്കാണ് കുറച്ചെങ്കിലും നമുക്ക് ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം എത്തിക്കണം. ശരിക്കും പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഇന്നൊരു തീരുമാനം ഉണ്ടാവണം. അതിന് ഈ പറഞ്ഞ ഈ ഗ്രാമസഭയിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയപ്പോൾ നീ പറഞ്ഞത് നമ്മുടെ എല്ലാവരും ഒത്തുകൂടിയിട്ട് ഇവിടെ തീരുമാനം ഉണ്ടാവണം. നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടി ഉണ്ടായില്ലെന്നും 72 ദിവസമായി കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നതായും അവർ പറഞ്ഞു.
തുടർന്ന് മതിലകം വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ ഗ്രാമസഭാ വേദിയിലേക്ക് വിളിച്ചു വരുത്തി. പൈപ്പ് ലൈനിലെ തടസ്സം കണ്ടെത്തി പരിഹരിച്ചതായും ഒരാഴ്ചയ്ക്കകം കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സ്ഥിരമായി കുടിവെള്ള വിതരണം പുനരാരംഭിക്കുന്നതുവരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറി വഴി കുടിവെള്ളം എത്തിച്ചു നൽകാനുള്ള ക്രമീകരണം ഒരുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അറിയിച്ചു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ കയ്പമംഗലം പോലീസും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കുടിവെള്ള വിതരണം എത്രയും വേഗം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മീഡിയ ടൈം, കയ്പമംഗലം. 141 കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കേസിൽ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2021 ഓഗസ്റ്റ് 21 ദേശീയപാത 544 പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപം കാറിൽ കടത്തുകയായിരുന്ന 141 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയ കേസിലാണ് ആലുവ സ്വദേശികളായ ടോം ജിത്ത്, വിൻസെന്റ് എന്നിവരെ തൃശൂർ 3-ാം നമ്പർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. ജില്ലാ ജഡ്ജി GP ജയകൃഷ്ണനാണ് വിധി പ്രസ്താവിച്ചത്. കൊടകര ഭാഗത്തു നിന്ന് ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ച കൊടകര പോലീസാണ് കഞ്ചാവ് പിടികൂടിയത്. അന്നത്തെ SI ഡെയ്സനും സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ വിജിലൻസിൽ പ്രവർത്തിക്കുന്ന അന്നത്തെ കൊടകര SHO ജയേഷ് ബാലന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. കഞ്ചാവ് നിയമാനുസൃത നടപടികൾ പാലിച്ച് പിടിച്ചെടുക്കാനും മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ സാമ്പിളുകൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കേസിൽ 15 സാക്ഷികളെയും 50ഓളം രേഖകളും ഹാജരാക്കിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഗിരീഷ് മോഹൻ ഹാജരായി. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടിയിൽ 3 കോടി രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിച്ച ആധുനിക മത്സ്യ മാർക്കറ്റ് കെട്ടിടത്തിന്റെ പണി മാസങ്ങളായി നിലച്ചിരിക്കുകയാണ്. നിർമ്മാണം അനിശ്ചിതത്തിലായതോടെ സ്റ്റാളുകൾ ഒഴിഞ്ഞു നൽകിയ മത്സ്യവ്യാപാരികൾ ദുരിതത്തിലായി. ചാലക്കുടി നഗരത്തിലെ ആധുനിക മത്സ്യ മാർക്കറ്റ് കെട്ടിടത്തിന്റെ നിർമ്മാണം സ്തംഭിച്ചതോടെ വ്യാപാരികൾ കടുത്ത പ്രതിസന്ധിയിലാണെന്ന് പരാതി. വൃത്താകൃതിയിൽ 26 സ്റ്റാളുകളുള്ള ആധുനിക മാർക്കറ്റാണ് 3 കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. പ്രളയവും കോവിഡ് മഹാമാരിയും മൂലം പദ്ധതി വൈകിയ ശേഷം 2 വർഷം മുമ്പാണ് നിർമ്മാണം പുനരാരംഭിച്ചത്. എന്നാൽ 8 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി 2 വർഷം പിന്നിട്ടിട്ടും ഘടനാപരമായ നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല. മാസങ്ങൾക്ക് മുമ്പ് കരാർക്കാരൻ പിന്മാറിയതോടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചു. നിർമ്മാണത്തിനായി സ്റ്റാളുകൾ ഒഴിഞ്ഞു നൽകിയ വ്യാപാരികൾ നിലവിൽ സൗകര്യങ്ങൾ കുറവുള്ള പഴയ മാർക്കറ്റിലാണ് വ്യാപാരം നടത്തുന്നത്. മാർക്കറ്റിന്റെ ഒരു ഭാഗം ഷീറ്റ് ഉപയോഗിച്ച് അടച്ചതിനാൽ ചന്ത ദിവസങ്ങളിൽ സ്ഥലപരിമിതിയും തിരക്കും രൂക്ഷമാണെന്ന് വ്യാപാരികൾ പറയുന്നു. നിർമ്മാണം പുനരാരംഭിക്കാൻ MLAയും നഗരസഭയും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. മീഡിയ ടൈം, ചാലക്കുടി. 7 വർഷത്തോളമായി പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന കൊടകരയിലെ 3 IP ടോയ്ലറ്റുകൾ വീണ്ടും പൊതുജനങ്ങൾക്കായി തുറക്കാൻ ഒരുങ്ങുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കൊടകര ടൗണിലെ വിവിധ ഭാഗങ്ങളിലുള്ള 3 IP ടോയ്ലറ്റുകളാണ് നവീകരിച്ച് വീണ്ടും പ്രവർത്തന സജ്ജമാക്കുന്നത്. കഴിഞ്ഞ 7 വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ടോയ്ലറ്റുകളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറെടുക്കുന്നത്. കൊടകര മേൽപ്പാലം ജംഗ്ഷൻ, ഡോൺ ബോസ്കോ സ്കൂളിന് സമീപം, ഗാന്ധിനഗർ എന്നിവിടങ്ങളിലാണ് IP ടോയ്ലറ്റുകൾ സ്ഥിതി ചെയ്യുന്നത്. മുൻപ് നാണയം നിക്ഷേപിച്ചാണ് ഇവ ഉപയോഗിച്ചിരുന്നതെങ്കിൽ നവീകരണത്തിന് ശേഷം പൊതുജനങ്ങൾക്ക് സൗജന്യമായാണ് സേവനം ലഭ്യമാക്കുക. ടൗണിലെത്തുന്ന യാത്രക്കാർക്കും വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാക്കുന്ന രീതിയിലാണ് ടോയ്ലറ്റുകൾ വീണ്ടും പ്രവർത്തന സജ്ജമാക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, കൊടകര. യുവജനങ്ങളുടെ മാനസിക ക്ഷേമവും നേതൃത്വ പാഠവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ മാള മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ പ്രത്യേക ശില്പശാല സംഘടിപ്പിച്ചു. NSS യൂണിറ്റും ആത്മ ഫൗണ്ടേഷന്റെ അലൈറ്റ് പദ്ധതിയും ചേർന്നാണ് പരിപാടി ഒരുക്കിയത്. മാള മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും തൃശൂർ ആത്മ ഫൗണ്ടേഷന്റെ CSR പദ്ധതിയായ അലൈറ്റ് സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി യുവജനക്ഷേമവും നേതൃത്വവും എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്. പ്രമുഖ കൗൺസിലറും ട്രെയിനറും ലൈഫ് കോച്ചുമായ CK സുരേഷ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. അതിനുവേണ്ടി എന്തും ചെയ്യും ചില ഇമോഷൻസിന് വേണ്ടിയിട്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കാണുന്ന പല ഇൻസിഡൻസ്, പത്രത്തിലൊക്കെ വായിക്കുന്ന പല ഇൻസിഡൻസും
ഇത്ര നിസ്സാര കാര്യത്തിനാണോ ഫോക്കസ് ഉണ്ട്. സൈക്കോപാത്തോളജി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കുറച്ച് ഗൗരവമുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്നത്, അതിന്റെ ബയോ കെമിക്കൽ റീസൺസ് എന്താണ്, അതിനെന്താണ് പരിഹാരം എന്നുള്ളതിനെ കുറിച്ച്. റിലേഷൻഷിപ്പിൽ തന്നെ അറ്റാച്ച്മെന്റും അഡിക്ഷനും ഒബ്സഷനും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒരാളെ നമുക്ക് ഇഷ്ടമാണെന്ന് പറയാം, കുറച്ച് എനിക്ക് ജീവിക്കാൻ പറ്റിയെന്ന് പറയാം, എന്നെ ഇഷ്ടമല്ലെങ്കിൽ കൊന്നു കളയാന്ന് പറയാം. യുവജനങ്ങളുടെ മാനസികക്ഷേമം, വ്യക്തിത്വ വികസനം, നേതൃത്വ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അംബിക ദേവി, അമ്മ ടി, NSS പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ രമേശ് KN തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. വൈപ്പിൻ ഹാർബറിൽ നിന്ന് നേരിട്ടെത്തിക്കുന്ന പുതിയ കടൽ മത്സ്യങ്ങൾ ഇനി മാളയിലും. മൊത്ത ചില്ലറ വിൽപ്പനയുമായി ഡെയിലി ഫ്രഷ് ഫിഷ് മത്സ്യവിൽപ്പന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പഴയ ഫെഡറൽ ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഡെയിലി ഫ്രഷ് ഫിഷ് മത്സ്യവിൽപ്പന കേന്ദ്രം വൈപ്പിൻ ഹാർബറിൽ നിന്നും നേരിട്ടെത്തിക്കുന്ന പുതിയ മത്സ്യങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത്. ദിവസേന എത്തിക്കുന്ന വിവിധയിനം കടൽ മത്സ്യങ്ങൾ മൊത്ത വിൽപ്പനയിലും ചില്ലറ വിൽപ്പനയിലും ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. രാസവസ്തുക്കൾ ചേർക്കാത്തതും ഗുണനിലവാരം ഉറപ്പാക്കുന്നതുമായ മത്സ്യമാണ് വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ്നി രാജീവ് നിർവഹിച്ചു. ശുചിത്വവും പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പായിട്ട് മാറണമെന്നാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പൊ നല്ല ഭക്ഷ്യവസ്തുക്കൾ ഫ്രഷായിട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു ഇടയാവട്ടെ ഫിഷ് ഫ്രഷ് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ പരിപാടിക്ക് പങ്കെടുക്കാനെനിക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നന്ദി അറിയിക്കുന്നു. പിന്നെ ഔപചാരികമായി ഞാൻ ഈ ഫിഷ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന്റെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. PK മധുകൃഷ്ണൻ മുഖ്യാതിഥിയായി. ആദ്യ വിൽപ്പന PT പാപ്പച്ചൻ നിർവഹിച്ച ചടങ്ങിൽ ജോഷി കാഞ്ഞുത്തറ, TK ജിനേഷ് എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പുതിയ സംരംഭം പ്രദേശത്തെ മത്സ്യ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമാക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ബിസിനസ് ഡെസ്ക് മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSഉം വെള്ളാങ്കല്ലൂർ വെറ്ററിനറി ആശുപത്രിയും സംയുക്തമായി പഞ്ചായത്തിലെ ക്ഷീരകർഷകർക്ക് ജീവനം പദ്ധതിയുടെ ഭാഗമായി ധാതുലവണ മിശ്രിതവും പോഷകാഹാര കിറ്റും വിതരണം ചെയ്തു. പശുക്കളിലെയും ആടുകളിലെയും കാൽസ്യക്കുറവ് പരിഹരിക്കുന്നതിനും ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കുന്നതിനുമായി തയ്യാറാക്കിയ പോഷകാഹാര കിറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ രമേശ് മാടത്തിങ്കൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസ്മാ ബി ലത്തീഫ്, ഗീത സുധാകരൻ, വെറ്ററിനറി ഡോക്ടർ ഷിബു ജെയിംസ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പഞ്ചായത്തിലെ ക്ഷീരകർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. MES അസ്മാബി കോളേജ് ബോട്ടണി ഗവേഷണ വിഭാഗമായ സെന്റർ ഫോർ ഇക്കോളജി, ടാക്സോണമി, കൺസർവേഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് റിസർച്ച് അസോസിയേറ്റ് ഡോക്ടർ ദേവിക M അനിൽകുമാറിന് അന്താരാഷ്ട്ര റെഫോർഡ് ബൂസ്റ്റർ ഗ്രാന്റ് ലഭിച്ചു. പുഴയോര കാടുകളുടെ പുനഃസ്ഥാപനവും വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെ IUCN മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വിലയിരുത്തുന്നതിനുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. ഒരു വർഷത്തേക്കുള്ള ഗവേഷണത്തിനായി 12,000 പൗണ്ട് സ്റ്റെർലിംഗ് ഏകദേശം 15.5 ലക്ഷം രൂപ ഗ്രാന്റായി അനുവദിച്ചിട്ടുണ്ട്.
പ്രധാന വാർത്തകൾ വീണ്ടും. മതിലകം ബൈപ്പാസിൽ സർവീസ് റോഡ് നിർമ്മിക്കാത്തത് തീരവാസികളെ ദുരിതത്തിലാക്കുന്നു. യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ. 72 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധം ശക്തമാക്കി കയ്പമംഗലത്തെ നാട്ടുകാർ. ഗ്രാമസഭയിൽ പ്ലക്കാർഡുകളും ഒഴിഞ്ഞ കുടങ്ങളുമായി എത്തി പ്രതിഷേധക്കാർ. $141 കിലോഗ്രാം കഞ്ചാവ് കടത്തിയ കേസിൽ 2 പ്രതികൾക്ക് 15 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും. തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.